പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവികാന്വേഷയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സീറോ മലബാർ സഭയിൽ മാർ തേടോറിൻ്റെ കൂദാശക്രമത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എന്താണെന്ന് അറിയുന്നതിനായി നമുക്കൊന്ന് ആഗ്രഹിക്കാം. പരീക്ഷ 12ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന ഒരു കൊച്ച്, ആ കുഞ്ഞിനെ പഠിച്ചിട്ടൊന്നും തലയിൽ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പ്രാർത്ഥനാ സഹായത്തിന് വരികയുണ്ടായി. പക്ഷേ സ്കൂളിൽ നന്നായിട്ട് അധ്യാപകർ ചോദിച്ചാൽ ഉത്തരം പറയുന്ന കൊച്ചുമാണ്. പക്ഷേ കൊച്ചിനെ പരീക്ഷയിൽ എഴുതി വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ആ കൊച്ചിനെ പറഞ്ഞു കൊടുത്ത പ്രതിവിധി ഇതായിരുന്നു: മകളെ, നീ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിനോട് തന്നെ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുക, ഓരോ കുർബാനയിൽ നിയോഗം വയ്ക്കുക. അങ്ങനെ നിയോഗം വെച്ച് നീ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പരിശുദ്ധാത്മ നിന്നെ ഓർമ്മിപ്പിച്ച് തരും, പരിശുദ്ധാത്മ നിനക്ക് ശക്തി തരും. പരിശുദ്ധാത്മാവിൻ്റെ കൃപ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താലാണ് കർത്താവിൻ്റെ ഗോതമ്പൊപ്പം കർത്താവിൻ്റെ ശരീരരക്തങ്ങളായിട്ട് മാറുക. കർത്താവിൻ്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണ് നടക്കുക. അതുകൊണ്ടാണ് നമ്മളൊക്കെ പറയുക, ഈശോയെ കുരിശിൽ നിന്ന് ഉയർപ്പിച്ചതും ഈശോയുടെ പരിശുദ്ധാത്മാവാണ് എന്ന്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്താൽ, ഞാൻ പറയും, തകർച്ചകളുള്ള മേഖലകളിൽ ഉയർച്ചകളായിട്ട് മാറും. എഫെസ്യർക്കുള്ള ലേഖനം 2-ാം അധ്യായം 8-9 തിരുവചനം പറയുന്നു: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തിയുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എന്ന് പറയുന്നത് നമ്മുടെ അധ്വാനത്തിന് ഫലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവം തന്നെ തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നതാണ്. ഇന്നും ആ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. മാമോദീസ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണെങ്കിലും ഇന്നും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ നമ്മൾ സമ്പന്നരായിത്തീരും. നമ്മൾ വിശ്വസിച്ച് ഇത് ഏറ്റെടുത്താൽ. നമ്മൾ അധ്വാനിക്കുന്നതുകൊണ്ടല്ല, നമ്മൾ പരിശുദ്ധരായതുകൊണ്ടല്ല, നമ്മുടെ പ്രവൃത്തി നല്ലതായതുകൊണ്ടല്ല പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരിക. അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് നമ്മൾ എളിമയോടെ പ്രാർത്ഥിക്കണമെന്ന് പറയുക. അതുകൊണ്ട് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണമെന്ന് പറയുക. അതുകൊണ്ട് ഇപ്പം ജീവിതത്തിൻ്റെ മേഖലകളിലെ ഒരു ബിസിനസ് മേഖലകളിലെ, അല്ലെങ്കിൽ തൊഴിൽ മേഖലകളിലെ, അല്ലെങ്കിൽ കൃഷി മേഖലകളിലെ എന്തെങ്കിലും കുറവുള്ളവരെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഈ ബിസിനസ് മേഖലകളെ അതിൻ്റെ തടസ്സങ്ങൾ മാറണം, കൃഷി മേഖലയുടെ തടസ്സങ്ങൾ മാറണം, തൊഴിൽ മേഖലയുടെ തടസ്സങ്ങൾ മാറണം. അങ്ങനെ പ്രാർത്ഥിച്ചത് കൃപയാണ്, അത് അനുഗ്രഹമാണ്. അതിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുക. അതുകൊണ്ട് എല്ലാ മക്കൾക്കും, തകർച്ചയുള്ള എല്ലാ മക്കൾക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ കൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, തടസ്സങ്ങൾ മാറുവാൻ ഇടയാകട്ടെ. നമുക്ക് ദിവ്യകാരുണ്യമായ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ഈശോയോടെ എളിമയോടെ പ്രാർത്ഥിക്കാം. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവിടുത്തെ കൃപയാൽ നിറച്ച് നമ്മളെ സമ്പന്നരാക്കുവാൻ. പരിശുദ്ധ അമ്മേ, അതിനായിട്ട് ഈശോയോട് പറയണമേ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മത്തിനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.